അങ്ങനെ നമ്മുടെ ഉർവശി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് നമ്മുടെ പരമേശ്വരനും പത്മിനിയും കൂടിയിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ സമാധാനത്തോടെ കഴിക്കുകയാണ്. അപ്പോഴൊക്കെ പത്മിനി പറയുന്നുണ്ട്, എന്താണ് ആ ഉർവശി നല്ല രീതിയിലാണ് എന്നോട് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് അവസാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ വരുന്ന റൂമിലിരുന്ന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്താണെന്നറിയാതെ മനസ്സിനിങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ അസ്വസ്ഥമായിരിക്കുന്ന സമയത്താണ് രാധിക അങ്ങോട്ടങ്ങ് വരുന്നത്. രാധിക ആദ്യം അവനിങ്ങനെ പരിഹസിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കാര്യത്തിൽ അവൾ അങ്ങ് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്താ അറിയില്ല, എൻ്റെ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട്, എന്താ പ്രശ്നം എന്നിങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് ശരിയാണ്, കാരണം കണിമംഗലം ഗ്രൂപ്പിൻ്റെ മാനേജർ ഇപ്പോൾ ഒരു സാധാരണ കാറ്ററിംഗ് തൊഴിലാളിയായിട്ട് ഒരു സിനിമ ലൊക്കേഷനിലേക്ക് അങ്ങ് പോയിരിക്കുകയാണ്. അതും ആ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും മുന്നിലേക്ക്. അവരുടെ താഴെ ഇങ്ങനെ അവരുടെ ഇട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തൊക്കെ ആണെങ്കിൽ മനസ്സിൽ നന്നായിട്ട് അങ്ങ് ബാധിച്ചിട്ടുണ്ടാകും എന്നൊക്കെ രാധിക പറയണേ. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, ഏയ് അതൊന്നും അല്ലടോ, അതൊക്കെ ഞാൻ അപ്പോഴേ അങ്ങ് വിട്ടു, പിന്നെ നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് തോറ്റിട്ടല്ലല്ലോ പോകുന്നത്, നമ്മൾ അവളോട് നന്നായിട്ട് പറയേണ്ടത് മൊത്തം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ പോന്നപ്പോഴേ വിട്ടതാണ്. അതൊന്നും അല്ല എൻ്റെ ടെൻഷന്, എനിക്ക് മറ്റെന്തൊക്കെയോ ഒരു ടെൻഷനാണ് എന്നൊക്കെ ഇങ്ങനെ രാധികനോട് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ടെൻഷനാണെങ്കിൽ എന്താണ് പ്രശ്നം, തലവേദന ഉണ്ടോ, പനിയുണ്ട്, എന്തെങ്കിലും അസുഖം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ വരുണിനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, നീ ഓക്കെ അല്ലേ എന്നൊക്കെ രാധികനോട് ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്, കാരണം കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വന്നത് ആറ്റുവാശ്ശേരിക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. അതും എൻ്റെ സ്വന്തം അച്ഛനോടും അമ്മനോടും ഒപ്പം അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റി. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു കൊച്ചു ബിസിനസ്സിലൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് അങ്ങ് പോകുന്നുണ്ട്, ഒരു സക്സസ് ആയി ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ് എന്ന് അവളങ്ങ് പറയാണ്. അവൻ വരുണ് പറയുന്നുണ്ട്, അപ്പം നീ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്, എന്നാലും എന്തോ ഒരു മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതൊന്നും ആലോചിക്കണ്ട, ഇനി ഇങ്ങനെ ഓരോ ടെൻഷൻ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കൊന്നും വേണ്ട, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കണിമംഗലത്താണെങ്കിൽ നമ്മുടെ ജയഭാരതി മുത്തശ്ശൻ അവരെ പനി നന്നായിട്ട് ബാധിച്ചുകൊണ്ട് തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഈ മുത്തശ്ശിക്കാണെങ്കിൽ വെള്ളത്തിന് ദാഹമുണ്ട്, ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല, അവരവിടെ അങ്ങ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി അവിടെ കിടന്ന് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പനി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുത്തശ്ശിക്ക് വെള്ളം കുടിക്കാനൊരു ദാഹം വരികയാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള ടേബിളിൽ ഗ്ലാസിൻ്റെ ഒരു ജഗ്ഗും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ഗ്ലാസ്സും ഉണ്ട്. അപ്പോൾ അതിൽ അങ്ങ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി നന്നായിട്ട് അങ്ങ് ഏന്തി അങ്ങ് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ പനി കാരനാണെങ്കിൽ കൈയൊക്കെ നന്നായിട്ട് വിറക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കാൻ നേരത്തെ ആ ഗ്ലാസും ആ ജഗ്ഗും താഴെ വീണ് അങ്ങ് പൊട്ടി അങ്ങ് ചെതറാണ്. അപ്പോൾ വെള്ളം പോയി, ആ പാത്രം പോയി, എല്ലാം പോയി. മുത്തശ്ശി ആകെ ടെൻഷനായി നിൽക്കുകയാണ്, ഒരു തുള്ളി വെള്ളം ഇനി എന്താ ചെയ്യുക കിട്ടാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് പനിച്ച് വിറച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഈ ഉർവശിയും കൽപ്പനയും കൂടി പെട്ടെന്ന് അങ്ങോട്ട് അങ്ങ് വരികയാണ്. അപ്പോൾ വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് അതാ താഴെ കിടന്ന് ഈ ഗ്ലാസും പാത്രങ്ങളൊക്കെ പൊട്ടി ചിതറി കിടക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ഉർവശി മുത്തശ്ശിനോട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഏന്തിയതാണ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല, നല്ല പനി ആയതുകൊണ്ട് തന്നെ എൻ്റെ കൈ വരച്ച് താഴെ വീണതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷേ ഉർവശി പറയുന്നത്, നിങ്ങളിത് മനഃപൂർവ്വം ഇങ്ങനെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഇത് നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മുത്തശ്ശിനോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല ഉർവശി, എനിക്ക് പനി ബാധിച്ചിട്ട് നല്ല പനിയുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഏന്തിയതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഉർവശി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ ഇത്രയും താഴ്ന്നൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ, എന്തൊരു അഭിനയം അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ യാതൊരു കാരുണ്യവും ഇല്ലാതെയാണ് ഈ ഉർവശി അങ്ങ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കൽപ്പനയോട് എന്നിട്ട് ഉറവിച്ച് പറയുന്നുണ്ട്, എന്തായാലും നീ എടുത്ത് ഈ ചില്ലുകളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ആരെങ്കിലുമൊക്കെ കാലിൽ കുത്തി കയറും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ കൽപ്പനയ്ക്ക് അവൾക്ക് പണി ചെയ്യാൻ ചെറിയൊരു മടിയൊക്കെ അവൾ കാണിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഉർവശി പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് ഇവിടെ നിന്നോ, പെട്ടെന്ന് തന്നെ ചൂലെടുത്തിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയാണ്. അപ്പോൾ തന്നെ അവൾ വേഗം അവിടെ നിന്ന് ഒരു ചൂലൊക്കെ എടുത്തിട്ട് അതങ്ങ് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കൽപ്പന ഒന്ന് പറയുന്നുണ്ട്, നമുക്ക് ഡോക്ടറെ കാണിച്ചാലോ, കുറച്ച് മരുന്ന് കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ കൽപ്പന പറയുന്നുണ്ടെങ്കിൽ ഉർവശി അത് ചെവി കൊള്ളുന്നില്ല. ഉർവശി പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ഇവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം നിന്നെ ഞാൻ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ കൽപ്പനയോട് പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു മരുന്നും ഒന്നുമില്ല, ഇവിടെ കിടന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്.
അപ്പോൾ ഈ മുത്തശ്ശിയുടെ അവസ്ഥ കണ്ട് കൽപ്പനയ്ക്ക് ചെറുതായിട്ടൊരു മനസ്സലിവൊക്കെ തോന്നുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ മരുന്നൊക്കെ കൊടുത്ത് മാറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പം തന്നെ കൽപ്പന പെട്ടെന്ന് ഈ ഉർവശിയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയ ഉർവശിയുടെ അടുത്തേക്ക് അങ്ങ് ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഇങ്ങനെ പനിച്ച് വരച്ച് കിടന്നാൽ മുത്തശ്ശി മരിച്ചു പോകും, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉർവശി വീണ്ടും അവളെ അങ്ങ് കരുത് സംസാരിക്കുകയാണ്. നീ ഇനി വേറെ അവരെ സഹായിക്കണം എന്നുള്ള എന്തെങ്കിലും ഒരു മട്ടിൽ ഇവിടുന്ന് അങ്ങ് പോകുകയാണെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് എന്താണ് എൻ്റെ ശരിക്കുള്ള രൂപം എന്ന് ഞാനങ്ങ് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ആ ഒരു തോന്നലിനെ വരെ ഈ ഉർവശി അങ്ങ് ഭീഷണിപ്പെടുത്തി അങ്ങ് തകർത്ത് കളയാണ്. അപ്പോൾ ഇവരുടെ ഈ സംസാരം മൊത്തം നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവിടെ ആ കട്ടിലിൽ ഇരുന്നിങ്ങനെ കേട്ട് കരയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ ഈ വരുണ് രാത്രി അങ്ങ് കിടന്നുറങ്ങുകയാണ്. പക്ഷേ അവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിക്ക് ഇങ്ങനെ പനി മൂത്ത് എന്തൊക്കെ വേദന വന്ന് എണീറ്റ് എന്തൊക്കെയോ അറ്റാക്കൊക്കെ വന്ന പോലെ അങ്ങ് എന്തൊക്കെയോ പനിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി ബോധം കെട്ട് വീഴുന്നതൊക്കെ അങ്ങ് സ്വപ്നം കാണുകയാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം കണ്ടിട്ടാണ് ഈ വരുണ് പെട്ടെന്ന് അങ്ങ് വെട്ടിയിൽ നിന്ന് അങ്ങ് നെട്ടി എണീക്കുകയാണ്. എന്നിട്ട് അയ്യോ ആ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ നിലവിളിച്ചങ്ങ് എണീക്കുന്നത്. അപ്പോൾ തന്നെ രാധികയും കൂടി എണീറ്റിട്ട് എന്താ വരണേ എന്നൊക്കെ അങ്ങനെ ചോദിക്കാണ്. അപ്പോൾ വരും പറയുന്നുണ്ട്, എനിക്കറിയില്ല മുത്തശ്ശിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു, ഞാൻ മുത്തശ്ശി ഇത് നല്ല പനി ആയതൊക്കെ സ്വപ്നം കണ്ട് എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുത്തശ്ശിക്ക് വിളിച്ച് നോക്കാം എന്നൊക്കെ പറയണം. ആദ്യം ഈ വരുന്ന് വിളിച്ച് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഉറങ്ങുന്ന സമയമല്ല എന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൻ അത് സമ്മതിക്കുന്നില്ല. ഇനി അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് മുത്തശ്ശിക്ക് വിളിക്കാതെ ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഫോൺ എടുത്ത് അങ്ങ് വിളിക്കുകയാണ്. അവൻ നേരെ വിളിക്കുന്ന സമയത്ത് മുത്തശ്ശി ഒരുപാട് വിളിച്ചിട്ട് ഈ ഫോൺ അങ്ങ് എടുക്കുന്നില്ല. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അമ്മയ്ക്കൊന്ന് വിളിച്ച് നോക്കാം എന്നൊക്കെ പറയണേ. അപ്പോൾ അമ്മയ്ക്ക് വിളിക്കുന്ന സമയത്തും അമ്മ ഫോൺ എടുക്കാനും വേണ്ടിയിട്ട് അങ്ങ് നോക്കുന്ന സമയത്തായിരിക്കും വരുണിൻ്റെ കോൾ അങ്ങ് കാണുന്നത്. അപ്പോൾ ഈ പത്മിനി നേരെ പരമേശ്വരനോട് പറയുന്നുണ്ട്, വരുണ് വിളിക്കുന്നുണ്ട്, നമ്മളാണെങ്കിൽ ഈ യാത്ര പോയതൊന്നും അവനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, നീ എന്തായാലും ഫോൺ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഈ വരുണ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി നിങ്ങളുടെ അടുത്തുണ്ടോ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, ഈ മുത്തശ്ശി ഇല്ല, ഞങ്ങളുടെ അടുത്തില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഒരു ദീർഘയാത്ര പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ തന്നെ വരുണ് ചോദിക്കുന്നുണ്ട്, അല്ല ഇത്ര ദീർഘയാത്ര പോയിട്ട് എന്താ എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, അത് മോനെ, എനിക്ക് മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ, ഒരു മനസ്സിനൊരു സുഖം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടായ യാത്രയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ പത്മിനിയും പറയുന്നുണ്ട്, ശരിയാണ്, അച്ഛനൊരു സുഖം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയതാണ്, അമ്മയും കൂടി പോരണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അമ്മക്ക് ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ട് അമ്മ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുന്ന ആദ്യം പരാതിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളിപ്പോൾ എന്നെ കൂടി പുറത്താക്കിയിരിക്കുകയാണോ, എൻ്റെ മകനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നിങ്ങളിപ്പോൾ എന്നെ ഒരു അപമാനമായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയാത്തതിൻ്റെ വിഷമം മൊത്തം അവൻ അങ്ങ് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഏയ് മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല, നീ ഇങ്ങനെയൊന്നും ചിന്തിച്ച് ഓരോന്ന് പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. ഞങ്ങളപ്പോൾ നിന്നോട് പറയാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല, പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ സാധാരണ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെങ്കിലും അത് അവരോട് അങ്ങ് പറയുന്നില്ല, കാരണം അവൻ അതൊരു വിഷമായാലോ എന്നൊക്കെ. അത്രയും നല്ല ലെവലിൽ അങ്ങ് ജീവിച്ചു പോന്നിരുന്ന ഇവർ പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു ലോഡ്ജിലൊക്കെ താമസിക്കാൻ തുടങ്ങി എന്നൊക്കെ ആലോചിച്ചാൽ അവനങ്ങ് വേദനയാകും എന്നൊക്കെ വിചാരിച്ച് ഇവർ രണ്ടുപേരും അങ്ങ് കള്ളം പറയാണ്. അതൊരു താജ് ഹോട്ടലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കള്ളം പറയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ആണോ എന്നൊക്കെ ചോദിച്ച് ഒരു നല്ല ഹോട്ടലിലാണ് എന്നൊക്കെ ഇവൻ അങ്ങ് കൺഫേം ചെയ്തിട്ട് ഇവന് കോൾ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൾ കട്ട് ചെയ്തതിന് ശേഷം പരമേശ്വരൻ പത്മിനോട് പറയുന്നുണ്ട്, നമ്മൾ ഈ ലോഡ്ജിലാണ് താമസിച്ചത് എന്നൊക്കെ അവൻ അറിഞ്ഞ് അവനതൊരു വിഷമാകും, അതുകൊണ്ട് അവന് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അവൻ കാരണമാണല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ അവന് വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പിന്നെ ഈ വരുണിന് മുത്തശ്ശിക്ക് പനിയാണ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞതുകൊണ്ട് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ നേരെ ഈ വരുണ് ഈ രാധികനോട് പറയുന്നുണ്ട്, നീ ഏടത്തേക്കൊന്ന് വിളിച്ച് നോക്കും, മുത്തശ്ശിയുടെ കാര്യം ആയതുകൊണ്ട് ഇനി ഏടത്തേക്ക് വിളിച്ചാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഇനി ആർക്ക് വേണമെങ്കിലും വിളിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ രാധികനോട് ഈ കൽപ്പനക്ക് അങ്ങ് വിളിക്കാൻ പറയണം. അപ്പോൾ കൽപ്പനക്ക് വിളിക്കുന്ന സമയത്ത് കൽപ്പന ഫോൺ നോക്കുമ്പോൾ ഈ രാധികയുടെ നമ്പറാണ്. അപ്പോൾ അവൾ ഫോൺ എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വട്ടം മുത്തശ്ശിക്ക് വിളിച്ച് നോക്കി, പക്ഷേ എന്താ മുത്തശ്ശി ഫോൺ എടുക്കാത്ത, മുത്തശ്ശി എവിടെ എന്നൊക്കെ ഇങ്ങനെ കൽപ്പനയോട് ചോദിക്കുമ്പോൾ കൽപ്പന ഒരു ദേഷ്യത്തിലൊക്കെയാണ് ഇവളോട് സംസാരിക്കുന്നത്. മുത്തശ്ശി എവിടെ എന്നൊക്കെ എനിക്കെങ്ങനെ അറിയാം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി ഫോൺ എടുക്കാഞ്ഞിട്ട് നീ ഈ ഫോൺ ഒന്ന് കൊണ്ടുപോയി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒന്ന് കൊടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇവിടെ ഇല്ല, മുത്തശ്ശി ഔട്ട് ഹൗസിലാണ് എന്നൊക്കെ പറയുന്നത്. ഔട്ട് ഹൗസിലോ, അതെന്താ മുത്തശ്ശി അവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നലെ മുത്തശ്ശിക്ക് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് മാറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഫോൺ പോയിട്ട് പോയി ഒന്ന് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സമയത്ത്
ഈ കൽപ്പന പറയുന്നുണ്ട് ഞാൻ കൊടുക്കത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് അതെന്താ മുത്തശ്ശിയുടെ ഫോണ് ഒന്ന് കൊടുത്താലി എന്നൊക്കെ ഇങ്ങനെ ഇവളോട് കാർത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ വരുന്നതിന് മനസ്സിലാവുന്നുണ്ട് ഈ കൽപ്പന ഫോണ് കൊടുക്കില്ല എന്നുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ പിന്നെ വരുന്ന നേരെ രാധികയുടെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിയിട്ട് ഈ കൽപ്പനയോട് നേരിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. വരുന്നാണ് സംസാരിക്കുന്നത്, പെട്ടെന്ന് ഈ ഫോണൊന്ന് മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് മുത്തശ്ശി ഔട്ട് ഹൗസിലാണ് എന്നൊക്കെ പറയാണ്. എന്താ ഔട്ട് ഹൗസിൽ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട് അത് മുന്നേ മുത്തശ്ശിക്ക് ഇന്നലെ നല്ല പനിയായിരുന്നു, അതുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് അങ്ങ് മാറ്റി എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ വരുന്ന അവളോട് അങ്ങ് കാലത്ത് സംസാരിക്കുകയാണ്. മുത്തശ്ശിക്ക് പനി വന്നാലും മുത്തശ്ശി വീട്ടിലല്ലേ നിൽക്കുന്നത്, പിന്നെ എന്തിനാ ഔട്ട് ഹൗസിലേക്ക് ഒറ്റക്ക് മാറ്റിയത്, അതും അസുഖമായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവളോട് അങ്ങ് കാലത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് അത് ഞാൻ എന്ത് ചെയ്യാൻ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പോൾ ഉർവശിയും ചെറിയച്ഛനുമാണ്. അപ്പം ചെറിയച്ഛനും ചെറിയമ്മയും പറയുന്നതൊക്കെ എതിരായിട്ട് ചെയ്താൽ എന്നെയും കൂടി ഇവിടുന്ന് പുറത്താക്കും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുന്ന അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. കണിമംഗലം ജയഭാരതി എന്ന് പറയുന്ന മുത്തശ്ശിനെ പറ്റിയാണോ നീ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവള് പറയുന്നത് എന്ത് ചെയ്യാനും അവൾക്ക് കഴിയില്ല, അവൾ ഇന്നലെ രാത്രി തന്നെ പോയി നോക്കിയപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഈ വരുന്ന ഫോൺ വെച്ചിട്ട് രാധികനോട് പറയുന്നുണ്ട് ഇപ്പം നീ പറഞ്ഞത് കേട്ടില്ലേ, മുത്തശ്ശിക്ക് നല്ല പനിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. വരുണ് പറയുന്നുണ്ട് ഞാൻ കണിമംഗലത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇനി ഒരിക്കലും കണിമംഗലത്തേക്ക് ചവിട്ടില്ല, എല്ലാ കണിമംഗലം മൊത്തം തിരിച്ചു പിടിച്ചിട്ടേ ഇങ്ങോട്ട് കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ്. പക്ഷേ മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ ഇനി ഒന്നുകൂടി കയറാൻ പോവുകയാണ്, അതിന് ഇനി ആര് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ ഏത് വാക്കും മാറ്റി പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാധിക വരുണം കൂടിയിട്ട് കണിമംഗലത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ കണിമംഗലത്ത് ചെന്ന് ആ ഒരു ഓട്ടോയിൽ അങ്ങ് പോയി നേരെ വാതിൽ തുറക്കുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിൽ പനിച്ച് വിറച്ച് അങ്ങ് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇവൻ ആകെ അങ്ങ് തകർന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് മുത്തശ്ശീനെ അങ്ങ് ഉണർത്തുകയാണ്. പക്ഷേ മുത്തശ്ശിക്ക് ബോധം പോലും ഇല്ലാതെ അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ രാധികനോട് മുത്തശ്ശിക്ക് പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് വെള്ളം എടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവൾ നേരെ ഓടിപ്പോയിട്ട് ആ ഓട്ടോക്കാരനായിട്ട് വെള്ളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളം ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് നേരെ ആ വെള്ളം എടുത്തിട്ട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് അങ്ങ് തെളിയിക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് അങ്ങ് ബോധം വരുന്നുണ്ട്. ആ മുത്തശ്ശി ആദ്യം ഒന്ന് പരതി എല്ലായിടത്തേക്കും ഒന്ന് നോക്കുകയാണ്. അപ്പോൾ പിന്നെ വരുണിനെ രാധികനെയും കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഒരു സമാധാനം വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അങ്ങ് കരയുകയാണ് ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ. അപ്പോൾ മുത്തശ്ശിനോട് പറയുന്നുണ്ട് എന്താ മുത്തശ്ശി പറ്റിയത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ എന്താ മുത്തശ്ശി പനിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല, ഞാൻ പട്ടിണി ആയതുകൊണ്ട് തന്നെ എനിക്കും വേണമെങ്കിൽ എൻ്റെ ബോധം പോയത് എന്നൊക്കെ അങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ പിന്നെ വരുണിനെ അങ്ങ് തകർന്നു പോവുകയാണ് ഈ ഒരു വാർത്ത അങ്ങ്. അത് ഈ മുത്തശ്ശിയുടെ അവസ്ഥ കണ്ടിട്ട് ഇവൻ അങ്ങ് കരച്ചിലും എന്തൊക്കെയോ അങ്ങ് വരുന്നൊക്കെ ഉണ്ട്. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ വരുണും രാധികയും കൂടിയിട്ട് നാളത്തെ എപ്പിസോഡിൽ ഈ കണിമംഗലത്തേക്ക് അങ്ങ് കയറുന്നതും ചന്ദ്രശേഖരനും ഗൗതമും അവരെ തടയുന്നതൊക്കെ ഉണ്ട്. അവൻ ഗൗതം ഇവനെങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നീ എങ്ങാനും കണിമംഗലത്തേക്ക് പോയാൽ നിൻ്റെ കയ്യും കാലും ഞാൻ തല്ലി ഒടിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഗൗതമിൻ്റെ കാരണത്തെ നോക്കിയിട്ട് ഈ വരുണൊരു അടി അടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ശ്യാമയും അമൃത അടുത്തിനെയും കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അവരെയാണെങ്കിൽ കുറച്ച് ഗുണ്ടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഒരു റൂമിൽ. അപ്പോൾ ഇവർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ ശ്യാമ പറയുന്നുണ്ട് എൻ്റെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാധിക മോൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തീർത്തിട്ട് എനിക്ക് മരിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് ഞാൻ ആ കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാതെയാണല്ലോ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് അങ്ങ് സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് അവിടെ ഒരു ജനൽ തുറന്നിട്ട് ഒരു ഗുണ്ട അങ്ങ് അവരുടെ അടുത്തേക്ക് അങ്ങ് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ശ്യാമനെ കാണിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും. അപ്പോൾ ഇനി ശ്യാമനെ രക്ഷിക്കാനുള്ള വഴികളൊക്കെ ഉണ്ടോ എന്നൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.